നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 15, 16 തീയതികളിൽ ധനുരാശിക്ക്, ധനുലഗ്നത്തിനും നല്ല കുറേ ദിവസങ്ങളാണ്. അത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജൂൺ 2 വ്യാഴം പ്രതികൂലമായിട്ട് മാറുന്നു. അത് ഏകദേശം 1 വർഷം നിൽക്കും. അതിന് തൊട്ടു മുമ്പായിട്ട് നിങ്ങൾക്ക് വീണ് കിട്ടിയ നല്ല 2 ദിവസങ്ങളാണ് മെയ് 15, 16. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം. ഓക്കെ, ഇത് മെയ് 14, 15 തീയതികളിൽ 3 രാശി മാറ്റങ്ങളുണ്ട്. അതിൽ 2 രാശി മാറ്റങ്ങൾ അത്യധികം അനുകൂലമാണ്. ധനുരാശിക്ക് നേരത്തെ തന്നെ 7ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. ഓക്കെ, അപ്പോൾ ദാമ്പത്യ ജീവിതമൊക്കെ കുറച്ച് മെച്ചപ്പെട്ട രീതിയിലായിരുന്നിരിക്കാം ഏകദേശം 1 വർഷം. പക്ഷെ അത് 8ാം ഭാവത്തിലേക്ക്, അഷ്ടമത്തിലേക്ക് വരുന്നു ജൂൺ 2. അപ്പോൾ അതിന് തൊട്ടു മുമ്പ് കുറച്ച് കാലം കുറച്ച് നല്ല ദിവസങ്ങൾ വരികയാണ്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 14 രാത്രി 10:33 PM മുതൽ മെയ് 16 രാത്രി 10:46 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി മാത്രമാണുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും കണ്ടകശനിയാണ്, 4ാം ഭാവത്തിൽ കണ്ടകശനിയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 1.25 വർഷം കൂടെ നീണ്ടു നിൽക്കും. അപ്പോൾ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്താം. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഇവിടെ ശുക്രൻ 14ാം തീയതി 10:55 AM രാശി മാറുന്നുണ്ട്. പക്ഷേ അത് ഇവർക്ക് അനുകൂലമല്ല, ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. പിന്നെ ശുക്രൻ ഒരു ശുഭഗ്രഹമായേണ്ടത് ഡയറക്റ്റായിട്ട് പ്രതികൂലമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കില്ല. ശുക്രൻ ഒരു നിരുപദ്രവകാരിയായിട്ടുള്ളൊരു ഗ്രഹമാണ്. അദ്ദേഹത്തിന് അനുഗ്രഹം മാത്രമേ കൊടുക്കാൻ അറിയത്തുള്ളൂ. ദ്രോഹങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യത്തില്ല. ഗുരുതരമായ പ്രശ്നമൊന്നും അത് വരത്തില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായ 2 മാറ്റങ്ങൾ. 15ാം തീയതി വെളുപ്പിന് 12:33 AM ബുധൻ രാശി മാറുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമാണ്. അതുപോലെ സൂര്യൻ 15ാം തീയതി രാവിലെ 6:23 ഇടവൻ രാശിയിലേക്ക് വരുന്നു. അപ്പോൾ ഇടവം മാസം മുഴുവൻ നിങ്ങൾക്ക് തൊഴിൽ ലാഭം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് ഐശ്വര്യം ഒക്കെ അനുഭവപ്പെടും. പിന്നെ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഈ ഇടവമാസം മുഴുവൻ ബുധൻ അനുകൂലമാണ്. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ, പ്രത്യേകിച്ച് സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ ഭൗതിക സുഖങ്ങൾ വ്യാഴം കൊണ്ട് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. അത് ജൂൺ 2 കഴിയുമ്പോൾ പ്രതികൂലമായിട്ട് മാറും. അപ്പോൾ അതിനു മുമ്പ്, അത് ഏകദേശം 1 വർഷം നീണ്ടു കഴിയും. അപ്പോൾ അതിനു മുമ്പ് വീണ് കിട്ടുന്ന 2 ദിവസങ്ങളാണ്. ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം ഇത് യൂട്ടിലൈസ് ചെയ്യുക. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, പിന്നെ തീർച്ചയായിട്ടും സർവ്വവിധ സൗഭാഗ്യം. ഏത് രംഗത്തൊരു ഭാഗ്യം, ഒരു ദൈവാധീനം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഇവിടെ ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം, അത് മാത്രമേ ഉള്ളൂ.
ഏകദേശം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ധനുരാശിക്ക് നല്ല ദിവസങ്ങളാണ്. അത് പരമാവധി നേട്ടങ്ങൾ നേടിയെടുക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്തക്ക ഒരു കാര്യമുണ്ട്. ചൊവ്വ ഇപ്പോൾ 5-ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അത് ജൂൺ 21 അനുകൂലമായിട്ട് വരും. അതൊരു 45 ദിവസം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും ജൂൺ 2 വ്യാഴം മാറുന്നത് പ്രതികൂലമാണ്. പിന്നെ വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. വലിയ ദുരിതങ്ങളൊന്നും അത് കൊണ്ടുവന്ന് തരത്തില്ല. തീർച്ചയായിട്ടും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. അത് ഇപ്പോൾ തന്നെ അനുകൂലമായ സമയത്തും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും ചെയ്താൽ ഭാഗ്യവർദ്ധന ഉണ്ടാവും. എന്തായാലും ധനുരാശിക്കും മാത്രമല്ല വെളിച്ചച്ചാലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.